ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ രണ്ടാമത് ചാപ്റ്റർ തുടങ്ങേണ്ട മൂന്നാമത്തെ ക്ലാസ്സാണ്. അല്ല, നമ്മൾ പറഞ്ഞത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നുള്ള ചാപ്റ്ററാണ് തുടങ്ങിയത്. അതിനകത്ത് 3 ഡിഫറെൻറ്റ് ഫോംസ്, ആൻഡ് ഹൂസ് ക്യാരക്ടേഴ്സ്, സോളിഡ് സ്റ്റേറ്റിൻ്റെ ക്യാരക്ടേഴ്സ്, ലിക്വിഡ്സിൻ്റെ ക്യാരക്ടേഴ്സ്, ദെൻ ഗേഷ്യസ് സ്റ്റേറ്റിൻ്റെ ക്യാരക്ടേഴ്സ്. ഈ 3 ക്യാരക്ടേഴ്സും പറഞ്ഞു. ദെൻ വി ഗോസ് ടു ദ ഗ്യാസ് ലാസ്. അല്ലേ, നമ്മൾ ഗ്യാസ് ലാസിലേക്ക് പോയി. ഗ്യാസ് ലാസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഒരുപാട് ഗ്യാസ് ലാസ് എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ടും 5 ലാകളാണ് ഉദ്ദേശിക്കുക. 1 ബോയിൽസ് ലാ, 2 ചാൾസ് ലാ, 3 അവഗാഡ്രോസ് ലാ, 4 ഡാൾട്ടൺസ് ലാ, ആൻഡ് 5th one will be ഗ്രഹാംസ് law of diffusion. ഇങ്ങനെ 5 ലാകളുടെ കളക്ഷൻ വിളിക്കുന്ന പേരാണ് ഗ്യാസ് ലാസ്. ഹൗ ദീസ് ഗ്യാസ് ലാസ് ആർ ഫോംഡ്? ഈ ഗ്യാസ് ലാസ് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, when a gas is examined, this gas molecules has a tendency to sit as in the gaseous state. That means every body has a tendency to sit as in the same position. Like it, a gas is analyzed whose molecules or whose gas molecules are having a tendency to sit as in the gaseous state. But that gas can be converted to either a solid or a liquid. ഒരു ഗ്യാസ് നമുക്ക് സോളിഡ് ആക്കാം അല്ലെങ്കിൽ ലിക്വിഡ് ആക്കാം. എന്ത് ചെയ്താൽ മതി? ബൈ ചേഞ്ചിങ് എനി വൺ ഓഫ് ദ ഫാക്ടേഴ്സ്, നെയിംലി ടെമ്പറേച്ചർ, പ്രഷർ ഓർ വോളിയം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ടെമ്പറേച്ചർ എന്നോ അല്ലെങ്കിൽ ഊഷ്മാവെന്നോ, പ്രഷർ അല്ലെങ്കിൽ മർദ്ദമെന്നോ, അല്ലെങ്കിൽ വോളിയം അല്ലെങ്കിൽ വ്യാപ്തമെന്നോ പറയും. ഈ 3 ഫാക്ടേഴ്സിൽ ഏതെങ്കിലും ഒരു ഫാക്ടറിന് വ്യത്യാസം വരുത്തിയാൽ വി ക്യാൻ കൺവേർട്ട് ഓർ യു ക്യാൻ കൺവേർട്ട് എ gaseous molecule into a solid molecule or a liquid molecule. Therefore, these 3 factors are called. ഞാൻ പറഞ്ഞു, ഈ 3 ഫാക്ടേഴ്സിനെയും കൂടി നമ്മൾ സയൻറ്റിഫിക്കലായിട്ട് ഒരു ടേം പറയും. വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ് ഈസ് വാട്ട് യു കോൾ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ്. അല്ലേ, ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഗ്യാസിന് ഈ 3 ഫാക്ടേഴ്സ്, ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, ഈ 3 ഫാക്ടേഴ്സ് എങ്ങനെ സ്വാധീനിക്കുന്നു, എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് ആധികാരികമായിട്ട് പറയുന്നതാണ് എന്ത് വിളിക്കുക? ഗ്യാസ് ലാസ് എന്ന് പറയുക. ഇത് കുറേ സയൻറ്റിസ്റ്റുകൾ പഠിച്ചു. എന്നിട്ട് അവർ കണ്ടുപിടിച്ച കാര്യങ്ങൾ നമ്മൾ ഗ്യാസ് ലാസ് എന്ന് പറയുക. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ സ്റ്റഡീഡ് ബോയിൽസ് ലാ. നമ്മളതിനകത്ത് ആദ്യം പറയുന്നത് ബോയിൽസ് ലാ ആണ്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്നാലും ഞാൻ ഒന്നുകൂടെ ഓർമ്മിക്കാൻ വേണ്ടി ഒന്നുകൂടെ ആവർത്തിക്കാം. ഗ്യാസ് ലാസിൽ ബോയിൽസ് ലാ എന്ന് പറഞ്ഞാൽ റോബർട്ട് ബോയിൽ ഇൻട്രൊഡ്യൂസ്ഡ് എ ലാ ഗവേണിംഗ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് വോളിയം ഓഫ് എ ഗ്യാസ്. ഈ 3 ഫാക്ടേഴ്സ് ഒരു ഗ്യാസിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് ആദ്യമായിട്ട് പഠിക്കുന്നത് സയൻറ്റിസ്റ്റായ റോബർട്ട് ബോയിലാണ്. എന്നിട്ട് അദ്ദേഹം കണ്ടുപിടിച്ച കാര്യം, ഹി എനൻഷിയേറ്റഡ് ഹിസ് സജഷൻ through a statement. It is what you call Boyle's law. When temperature is kept as constant, the law says that when temperature is kept as constant, volume of a given mass of gas is inversely proportional to the pressure. അല്ലേ, നമ്മളിതാ പറഞ്ഞത്, വോളിയം ഓഫ് എ ഗിവൺ മാസ് ഓഫ് ഗ്യാസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ വെൻ ടെമ്പറേച്ചർ ഈസ് കീപ്പിംഗ് ആസ് കോൺസ്റ്റൻറ്റ് ഓർ കെപ്റ്റ് ആസ് കോൺസ്റ്റൻറ്റ് ഓർ റിമൈനിങ് കോൺസ്റ്റൻറ്റ്. ടെമ്പറേച്ചറിനെ സ്ഥിരമാക്കി നിർത്തിക്കൊണ്ട് ഒരു നിശ്ചിത തൂക്കം വാതകത്തിൻ്റെ വ്യാപ്തം പരിശോധിച്ചാൽ മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അല്ലേ, അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. ബോയ്സ് ലാ സേസ് ദാറ്റ് വെൻ ടെമ്പറേച്ചർ ഈസ് കെപ്റ്റ് ആസ് കോൺസ്റ്റൻറ്റ്, വോളിയം ഓഫ് എ ഗിവൺ മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ. ദാറ്റ് ഈസ് V ഈസ് പ്രൊപ്പോർഷണൽ ടു 1/P വെൻ T ഈസ് കോൺസ്റ്റൻറ്റ്. ദെൻ ഫൈനലി വി ഗെറ്റ് എൻ ഇക്വേഷൻ. നമുക്ക് അവസാനം ഒരു ഇക്വേഷൻ ഉള്ളൂ. PV is equal to K, P1 V1 is equal to K, therefore PV is equal to P1 V1 is equal to K. And finally we reach to an statement. ലാസ്റ്റിൽ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റിൽ എത്തിച്ചേരും. ദറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം. Product of pressure and volume of a given mass of gas is always constant when temperature is kept as constant. This is what you call Boyle's law. Here today we are discussing the second law, which is known as Charles law. Charles law. Okay, Charles law എന്ന് പറയുന്നത് സെക്കൻഡ് ലാ.
Charles law says that. Charles also introduced the influence of temperature, pressure and volume of a gas. അല്ലേ, നമ്മൾ ഈ 3 ഫാക്ടേഴ്സിനെ കുറിച്ചാണ് ഇവർ ചാൾസും പഠിച്ചത്. Jacques Charles is the full name. Jacques Charles introduced a statement regarding the influence of temperature, pressure and volume of a gas. Then here the law says that when in Boyle's law temperature is kept as constant, then analyzing volume and pressure. Here when pressure is kept as constant, ഇവിടെ വ്യത്യാസം ഇതാണ്. When pressure is kept as constant, volume of a given mass of gas is directly proportional to the absolute temperature. Not normal temperature. Temperature will be taken in absolute scale or Kelvin scale. So it can be explained later. നമ്മൾ പിന്നീട് പറയാം എന്താണ്. So this is a statement. ഞാൻ പറയാം. When pressure is kept as constant, volume of a given mass of gas is directly proportional to the absolute temperature. This is what you call Charles law in gases. And this is the second law in gases. ഗ്യാസ് ലാസിൽ നമ്മൾ സെക്കൻഡ് ലാ പറയുന്നതാണ് ചാൾസ് ലാ എന്ന് പറയുക. സ്റ്റേറ്റ്മെൻറ്റ് മലയാളത്തിൽ നമ്മൾ അങ്ങനെ പറയാം, മർദ്ദം സ്ഥിരമാക്കി നിർത്തിക്കൊണ്ട് ഒരു നിശ്ചിത തൂക്കം വാതകത്തിൻ്റെ വ്യാപ്തം പരിശോധിച്ചാൽ അത് ഊഷ്മാവിന് ആബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് നേർ അനുപാതത്തിലായിരിക്കും. സോ ദിസ് ഈസ് വാട്ട് യു കോൾ ചാൾസ് ലാ. സ്റ്റേറ്റ്മെൻറ്റ് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വെൻ പ്രഷർ ഈസ് കെപ്റ്റ് as constant, volume of a given mass of gas is directly proportional to the absolute temperature. See, volume can be taken as V and temperatures can be taken as T. Then V is proportional to T when P is constant. Isn't it? P constant. V is directly proportional to the temperature T. Or V is equal to a constant K into T, where K is called proportionality constant. Or V by T is equal to K എന്നെഴുതാം. എഴുതാമല്ലോ, by crossing it. V by T is equal to K. So another gas is taken. Volume can be taken as V1 and temperatures can be taken as T1. Then V1 is equal to K into T1 or V1 by T1 is equal to K. See, this is the first equation and this is the second equation. By taking these two equations, whose right sides are equal, so left sides can also be comparable. Therefore, the equation can be written as V by T is equal to V1 by T1 is equal to K എന്നെഴുതാം. അല്ലേ, ഒന്ന് രണ്ട് ഇക്വേഷൻ നമ്മൾ കമ്പൈൻ ചെയ്താൽ V by T is equal to V1 by T1 is equal to K എന്നെഴുതാം. So from here onwards, the statement can be stating in another words. ഇവിടെ നമുക്ക് എന്താ സ്റ്റേറ്റ്മെൻറ്റ് മറ്റൊരു ഫോമിലേക്ക് മാറ്റാം. ദാറ്റ് ഈസ് നമ്മൾ പറഞ്ഞത് ബോയ്സ് ലാ പറഞ്ഞത് ദ പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ അങ്ങനെയല്ല പറയുക. വെൻ പ്രഷർ ഈസ് കെപ്റ്റ് as constant, the ratio between volume and temperature, that means അനുപാതമാണ് നമ്മൾ എടുക്കുക. The ratio between volume and temperature of a given mass of gas is always K, where K is called a constant. So is always constant. പറയാം, when pressure is kept as constant, the ratio between volume and temperature of a given mass of gas is always constant. That is, V by T equals V1 by T1 is equal to K എന്നെഴുതാം. ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് മറ്റൊരു ഫോമിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. റേഷ്യോ ബിറ്റ്വീൻ വോളിയം ആൻഡ് ടെമ്പറേച്ചർ V by T is equal to V1 by T1 is equal to V2 by T2 is equal to V3 etc. അങ്ങനെ എത്ര വേണോ പോവാം. And finally we get a K. That K is called a constant. So the ratio between volume and temperature of a given mass of gas is always constant when pressure is constant. So this is what you call Charles law. ഇനി നമ്മൾ ചാൾസ് ലാ എന്ന് പറയുക. ഞാനൊന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആവർത്തിക്കാം. ചാൾസ് ലാ എന്ന് പറയുന്നത് ലായുടെ ഗ്യാസ് ലാസിനകത്ത് സെക്കൻഡ് ലാ ആണ്. ജാക്സ് ചാൾസ് എന്ന സയൻറ്റിസ്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹവും പഠിച്ചത് ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം ഒരു ഗ്യാസിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റാണ് ചാൾസ് ലാ എന്ന് നമ്മൾ പറയുക. സോ ചാൾസ് ലാ ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ്, ചാൾസ് ലായുടെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് വെൻ പ്രഷർ ഈസ് കെപ്റ്റ് as constant, pressure is remaining constant
or pressure is keeping as constant. Volume of a given mass of gas is directly proportional to the absolute temperature. Volume of a given mass of gas is directly proportional to the absolute temperature. Let volume can be taken as V, temperature can be taken as T, and pressure can be taken as P. Then according to the law, mathematically, V is proportional to T, or where P is constant, or V is equal to K into T, where K is a constant for removing proportion sign, or V by T is equal to K. That can be taken as first equation. By taking another gas whose volume is taken as V1, temperature is taken as T1, pressure is taken as P1. Therefore, V1 is proportional to T1, or V1 is equal to K into T1, where K is a constant, or V1 by T1 is equal to K. By taking these two equations, 1 and 2 equations, V by T is equal to V1 by T1 is equal to K. Isn't it? നമുക്ക് അങ്ങനെ അതിലേക്ക് എത്തിച്ചേരാം. V by T is equal to V1 by T1 is equal to K എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി സ്റ്റേറ്റിംഗ് ഇൻ അനദർ ഫോം. When pressure is kept as constant, that is the key point. അല്ലേ? അതിൻ്റെ key point എന്ന് പറയുന്നത് pressure is kept as constant. Pressure kept സ്ഥിരമല്ലെങ്കിൽ ഇങ്ങനെ ഒരിക്കലും വരത്തില്ല. When pressure is kept as constant, the ratio between the ratio between volume and temperature. The ratio between volume and temperature of a given mass of gas is always constant. This is what you call Charles' law. Then here we are discussing what is absolute temperature. അവിടെ ഉപയോഗിച്ചൊരു വാക്കാണ് absolute temperature. See, ABSOLUT, absolute temperature. Absolute temperature means it is a new scale called Kelvin scale, introduced by a scientist called Kelvin. See, absolute temperature means we have using thermometer for measuring temperature. നമ്മൾ സാധാരണ ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് തെർമോമീറ്റർ ആണ്. ഇൻ തെർമോമീറ്റർ ദ ലോവസ്റ്റ് മിനിസ്കസ് വിൽ ബി 0. നമുക്കറിയാം നമ്മുടെ തെർമോമീറ്ററിൽ പിന്നെ ഇളക്കാനൊക്കെ ഉപയോഗിക്കുന്ന തെർമോമീറ്റർ ഉണ്ടോ? ഈ തെർമോമീറ്ററിൽ ഏറ്റവും ലോവസ്റ്റ് മിനിസ്കസ് എന്ന് പറയുന്നത്, ഏറ്റവും ചെറിയ അങ്കനം ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് 0 ആണ്. ഈ 0യിൽ നിന്ന് ഉയർന്ന് എത്രയിൽ എത്തുമോ അത്ര. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്നുള്ള മെർക്കുറി ഉയർന്ന് 27 എത്തുമ്പോൾ നമ്മൾ പറയുക 27 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറയുക. എന്ന് പറയുന്നത് പോലെ കെൽവിൻ ഡിവൈസ്ഡ് സ്കെയിൽ, കെൽവിൻ ഒരു സ്കെയിൽ ഡിവൈസ് ചെയ്തു, കെൽവിൻ സ്കെയിൽ ഓർ ആബ്സല്യൂട്ട് സ്കെയിൽ. ഇൻ ദാറ്റ് സ്കെയിൽ ദ ലോവസ്റ്റ് മിനിസ്കസ് വിൽ ബി 273. ശരി, അതിൻ്റെ ഏറ്റവും ചെറിയ എന്താണെങ്കിൽ ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് 273 ആണ്. സോ അപ്പോൾ നോക്കിയേ, നമ്മൾ ഉപയോഗിക്കുന്ന തെർമോമീറ്ററിൽ ഏറ്റവും ചെറുത് 0, കെൽവിൻ്റെ സ്കെയിലിൽ ഏറ്റവും ചെറുത് 273. അപ്പോൾ ഈ 0ക്ക് ഇക്വലൻ്റ് ആണ് ഈ 273 എന്ന് പറയുക. ഇസ്ൻ്റ്? ഈ 273 നിന്ന് അല്ലെങ്കിൽ ഈ 0യിൽ നിന്ന് എത്ര ഡിഗ്രി മുകളിലോട്ട് 10 ഡിഗ്രി ഉയർന്നു, അപ്പോൾ നമ്മൾ പറയും 10 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് പറയും. അതുപോലെ ഈ 273 10 ഉയരം എന്താവും? 274, 275 ഇങ്ങനെ പോയി 283 വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ 273 കൂടി ഈ 10ൻ്റെ കൂടെ ആഡ് ചെയ്തതാണ്, അല്ലേ? അപ്പോൾ ഈ 273 എന്ന് പറയുന്നത് ദിസ് ഈസ് ക്വൈറ്റ് സിമിലർ ടു ഓർ ജസ്റ്റ് സിമിലർ ടു 0 ഇൻ അവർ തെർമോമീറ്റർ. Therefore, this 273 is what you call absolute 0. അതിനെ വിളിക്കുന്ന പേര് absolute 0 എന്ന് പറയും. മനസ്സിലായി എന്തെന്ന്? അപ്പോൾ നമ്മൾ പറയുന്നത് തെർമോമീറ്ററിനകത്ത് ഏറ്റവും ചെറിയ ഗ്രാജുവേഷൻ 273 ആണ്. സാധാരണ നോർമൽ തെർമോമീറ്ററിലാണെങ്കിൽ ഏറ്റവും ചെറുത് 0 ആണ്. ഈ 0ക്ക് കറസ്പോണ്ടിങ് ആണ് കെൽവിൻ സ്കെയിലിലെ 273. അതുകൊണ്ട് നമ്മൾ പറയും 273 ഈസ് ദ കെൽവിൻ 0 ഓർ ആബ്സല്യൂട്ട് 0 എന്ന് പറയും. ഇനി ഓരോ ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉയരുമ്പോഴും ഈ 273 274 ആവും, 275 ആവും, 276 എക്സെട്ര. അപ്പോൾ നമ്മുടെ തെർമോമീറ്ററിൽ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് പറയുക. വെള്ളം തിളയ്ക്കുന്ന നമ്മൾ പറയും 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ കെൽവിൻ സ്കെയിൽ എന്തായിരിക്കണം? ദിസ് 273 പ്ലസ് ദിസ് 100, അല്ലേ? ഈ 100 കൂട്ടാം, ഈക്വൽസ് 283 എന്ന് പറയും. 283 ഡിഗ്രി ആബ്സല്യൂട്ട്. ശരി, ഇനി നോക്കി. അപ്പോൾ ഈ ഹൗ വിൽ യു കൺവേർട്ട്
ഡിഗ്രി സെൻറ്റിഗ്രേഡ് ടു ആബ്സല്യൂട്ട്. ഡിഗ്രി സെൻറ്റിഗ്രേഡ് നമ്മൾ അങ്ങനെ ആബ്സല്യൂട്ട് ആക്കി വരുന്നത്. സി ദിസ് മെത്തേഡ്, ഇതാണ് എൻ്റെ മെത്തേഡ്. എന്ത് ചെയ്യണം? ഡിഗ്രി സെൻറ്റിഗ്രേഡ് വിൽ ബി സിംപ്ലി ആഡഡ് വിത്ത് 273 അല്ലേ? ഡിഗ്രി സെൻറ്റിഗ്രേഡ് 273 ആഡ് ചെയ്യുക. സോ വി ഗെറ്റ് ഡിഗ്രി ആബ്സല്യൂട്ട്. ഡിഗ്രി ആബ്സല്യൂട്ട് കിട്ടും. മനസ്സിലായ പറയുന്നത്? ഡിഗ്രി സെൻറ്റിഗ്രേഡിന് ആബ്സല്യൂട്ട് ആക്കുന്നതിന് വേണ്ടിയിട്ട് 273 കൂട്ടുക. ഏതിനോടൊപ്പം? ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള ടെമ്പറേച്ചറിനോടൊപ്പം 273 കൂട്ടിയാൽ വി ക്യാൻ കൺവേർട്ടിങ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഇൻറ്റു ആബ്സല്യൂട്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദി മെത്തേഡ്. സോ കെൽവിൻ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ന്യൂ ഡിവൈസ് ആൻഡ് ദ ലോവസ്റ്റ് മെനിസ്കസ് വിൽ ബി 273 and therefore this 273 is called absolute zero. How can you convert degree centigrade to Kelvin? By simply adding 273 to degree centigrade. So we can obtaining absolute scale. അപ്പോൾ ഈ ടെമ്പറേച്ചറിൽ വേണം എന്തെടുക്കാൻ? ചാർട്സിലാക്കാത്ത ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാൻ. സോ ടെമ്പറേച്ചർ വിൽ ബി ടേക്കൺ ഇൻ ഡിഗ്രി ആബ്സല്യൂട്ട് ഓർ കെൽവിൻ. കെൽവിനിൽ എടുക്കണം. Then this is the second law. Second law ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ. See, Charles law. When pressure is kept as constant, volume of a given mass of gas is directly proportional to the absolute temperature. To calculate mathematically, let V is the volume and T is the temperature. According to the law, V is proportional to T. Or V is equal to a constant K into T. That is, V by T is equal to K. From here onwards, we can defining that law in another form. That is, the ratio between volume and temperature of a given mass of gas at constant pressure is always constant. The ratio between volume and temperature of a given mass of gas at constant pressure is always constant. This is what you call Charles law. Then the third law, what you call Avogadro's law. AVA GA DRO apostrophe S. Avogadro's law. 1911 Amadeo Avogadro introduced this law. So called Avogadro's law. അതിനെ വിളിക്കുന്ന പേരാണ് അവഗാഡ്രോസ് law എന്ന് പറയുക. ഇനി നോക്കിയതിനകത്ത് ഇദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞ ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം ഇത് മൂന്നും തന്നെ എടുത്തത്. പക്ഷെ ഇവിടെ പ്രത്യേകം എന്ന് പറയുന്നത് ഇത് രണ്ടിനെയും കോൺസ്റ്റന്റ് ആക്കുന്നു. സി ബോയിൽസിലാക്കകത്ത് ടെമ്പറേച്ചർ സ്ഥിരമാക്കി, ചാർട്സിലാക്കകത്ത് പ്രഷർ സ്ഥിരമാക്കി അല്ലേ. ഇനി അവഗാഡ്രോസിലാക്കകത്തെന്ന് വെച്ചാൽ പറയും ഇത് രണ്ടും കൂടെ സ്ഥിരമാക്കുന്നു. ടെമ്പറേച്ചറും പ്രഷറും സ്ഥിരമാക്കിയാൽ പിന്നെ ആരാ ഉള്ളത്? വോളിയം മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ എന്താ അനലൈസ് ചെയ്യുക? നമ്പർ ഓഫ് മോളിക്യൂൾസ് നോക്കുന്നു. അതാ പറഞ്ഞത്. സോ Avogadro's law says that equal volumes of all gases under the same conditions of temperature and pressure contains equal number of molecules. ഞാൻ പറയാം. See, equal volumes of all gases under the same conditions of temperature and pressure. That means they are constant. Under the same conditions of temperature and pressure contains equal number of molecules. എന്ന് പറഞ്ഞാൽ ഒരേ ഊഷ്മാവിലും മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന വ്യത്യസ്ത വാതകങ്ങളിൽ തുല്യ തൂക്കം അല്ലെങ്കിൽ തുല്യ വ്യാപ്തം വാതകങ്ങളിൽ തന്മാത്രകളുടെ എണ്ണം തുല്യമായിരിക്കും. See, in order to illustrate this statement, consider two gases, say oxygen and nitrogen. Two gases are taken, oxygen and nitrogen are taken, in which oxygen will be taken 10 ml. And nitrogen is also taken 10 ml. Both are 10 ml are taken. ഈ രണ്ട് ഗ്യാസിൻ്റെയും 10 ml എടുക്കുന്നു. At the constant temperature and pressure, if 10 molecule of oxygen containing 10 ml of oxygen containing 20 molecules, 20 moles or 20 molecules. So ഇപ്പം അങ്ങനെ 10 ml ഓക്സിജനകത്ത് നോർമൽ ടെമ്പറേച്ചറിലും പ്രഷറിലും, ദാറ്റ് ഈസ് സെയിം ടെമ്പറേച്ചർ പ്രഷറിൽ 20 മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ എങ്ങനെയാണ്, 20 മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ 10 ml നൈട്രജൻ ഓൾസോ കണ്ടെയ്നിങ് അണ്ടർ ദ സെയിം കണ്ടീഷൻ കണ്ടെയ്നിങ് 20 മോൾസ് 20 മോൾസ് ഉണ്ടാവണം. സോ ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ ദ സെയിം കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ പ്രഷർ.
Say the temperature and pressure will be taken as 27 degrees centigrade and 180 ms pressure. 27 ഡിഗ്രി സെൻറ്റിഗ്രേഡിലും ഒരു അന്തരീക്ഷ മർദ്ദത്തിൽ എടുക്കുന്നു. ടെമ്പറേച്ചർ വിൽ ബി കീപ്പിംഗ് ആസ് കോൺസ്റ്റൻറ്റ്. ഇതിനെ മാറ്റുന്നില്ല. ഈ 27 ഡിഗ്രിയിൽ നിന്ന് 27 ഡിഗ്രി തന്നെ ആയിരിക്കണം. ഒരു അന്തരീക്ഷ മർദ്ദം എന്ന് പറഞ്ഞാൽ 760 മില്ലിമീറ്റർ 760 mHg. അപ്പോൾ ഒരു അന്തരീക്ഷ മർദ്ദത്തിലും 27 ഡിഗ്രി സെൻറ്റിഗ്രേഡിലും 10 ml ഓക്സിജനകത്ത് 20 മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അതേ 10 ml നൈട്രജനകത്തും എന്തുണ്ടാവും? 20 മോളിക്യൂൾസ് ഉണ്ടാവും. അതേ ഹൈഡ്രജനകത്തും എന്തെങ്കിലും ഹൈഡ്രജൻ്റെ 10 ml-നകത്തും എന്ത് തന്നെയായിരിക്കണം? 20 മോളിക്യൂൾസ് തന്നെ ഉണ്ടാവും എന്നാണ് അവഗാഡ്രോ പറഞ്ഞത്. സോ ഈക്വൽ വോളിയംസ് ഓഫ് all gases under the same conditions of temperature pressure contains equal number of molecules. That is, V is proportional to small n when T and P are constant. ഇതാണ് എൻ്റെ equation. V is proportional to n when T and P are constant. So remember that in Boyle's law, T is kept as constant. In Charles' law, P is kept as constant. Here in Avogadro's law, both are taken as constant. Means the temperature and pressure are constant. See, this is constant, having no variation. 27 degrees centigrade and 180 ms pressure. Temperature and pressure will be keeping as constant. Then by analyzing different volumes of different molecules. Same volumes of different gases. It containing same number of molecules. So the law can be stated as equal volumes of all gases under the same conditions of temperature and pressure contains equal number of molecules. This is what you call Avogadro's law. Simple statement ആണ്. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ഊഷ്മാവും മർദ്ദവും സ്ഥിരമാക്കി നിർത്തിക്കൊണ്ട് തുല്യവ്യാപ്തം വാതകങ്ങളിൽ തുല്യ തന്മാത്രകളുടെ എണ്ണം ഉണ്ടാവും അല്ലേ? തുല്യ തൂക്കം വാതകങ്ങൾ അല്ലെങ്കിൽ തുല്യ വ്യാപ്തം വാതകങ്ങളിൽ തന്മാത്രകളുടെ എണ്ണം തുല്യമായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. 10 ml ഓക്സിജനകത്ത് 20 മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അതേ ഊഷ്മാവിലും മർദ്ദത്തിലും 10 ml നൈട്രജനകത്തും 20 മോളിക്യൂൾസ് ഉണ്ടാവും. അതേ വോളിയത്തിൽ 10 ml വോളിയത്തിൽ ഹൈഡ്രജൻ പരിശോധിച്ചാൽ അതിലും 20 മോളിക്യൂൾസ് ഉണ്ടാവും. So equal volumes of all gases under the same conditions of temperature pressure contains equal number of molecules. This is what you call Avogadro's law. അപ്പോൾ ഇങ്ങനെ എന്താണ് ഈ 3 ലാളായി നമ്മൾ പറഞ്ഞത് ബോയിൽസ് law. So what is the difference between Boyle's law and Charles' law എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? In Boyle's law, temperature is kept as constant, isn't it? Analyzing volume and pressure. But in Charles' law, pressure is kept as constant. Pressure is keeping as constant. Analyzing volume and temperature. While in case of Avogadro's law, volume and temperature, pressure and temperature are kept as constant. By analyzing volume, it will be directly proportional to the number of moles. When T and P are constant, volume is increasing, number of molecules are also increasing. Number of molecules are decreasing while decreasing volume. അല്ലേ? ഇപ്പോൾ 10 ml-നകത്ത് 20 മോളിക്യൂൾ, അപ്പോൾ 20 ml-നകത്തോ 40 മോളിക്യൂൾസ്, അതിൻ്റെ ഇരട്ടിയോ? അപ്പോൾ വോളിയം കൂട്ടുമ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടും. നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറയ്ക്കണമെങ്കിൽ വോളിയം കുറയ്ക്കുക. സോ ദിസ് ഈസ് വാട്ട് യു കോൾ Avogadro's law. Boyle's law കഴിഞ്ഞു, Charles' law ആയി, then Avogadro's law. Then here we are combining these 3 laws. നമ്മൾ ഈ 3 ലാകൾ കൂടെ ചേർക്കുന്നു. See, by taking Boyle's law, V is proportional to 1/P. അല്ലേ? Boyle's law പറയുന്നത് volume is inversely proportional to the pressure എന്നാണ്. Then according to Charles' law, V is proportional to T when P is constant. Then according to Avogadro's law, V is proportional to N. By combining these 3 equations, we get V is proportional to 1/P into T into small n. ഞാൻ ഈ 3 ലാകളും കമ്പൈൻ ചെയ്തു. V is proportional to 1/P as Boyle's law, V is proportional to T as Charles' law, V is proportional to N
small n as Avogadro's law. By joining these three laws, ഞാൻ ഈ 3 ലാകളും കൂടെ ജോയിൻ ചെയ്യുകയാണ്. സോ വി ഗെറ്റ് വി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/p ഇൻറ്റു ടി ഇൻറ്റു എൻ എന്ന് കിട്ടി. ഓർ വി ഈസ് പ്രൊപ്പോർഷണൽ ടു ടി എൻ ബൈ പി എന്നെഴുതാം. ഇവിടെ 1 ഇൻറ്റു ടി ദറ്റ് ഈസ് ടി ഇൻറ്റു എൻ, ടി എൻ ബൈ പി. ഓർ വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ആർ ഇൻറ്റു ടി എൻ ബൈ പി എന്നെഴുതാം. ഞാനവിടെ ഒരു കോൺസ്റ്റൻറ്റ് കൊടുത്തു. പ്രൊപ്പോർഷൻ മാറ്റി കെ അല്ല ഞാൻ കൊടുത്തത്, പകരം ഞാൻ ആറ് കൊടുത്തു. കെ മാറ്റിയിട്ട് നമ്മളൊരു ആർ എന്ന് പറഞ്ഞൊരു പുതിയ ടേം കൊടുത്തിട്ടുണ്ട്. ആർ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇറ്റ് ഹാസ് എ നെയിം, അതിന് പേരുണ്ട്. ദിറ്റ് ഈസ് കാൾഡ് മോളാർ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അതിനെ വിളിക്കുന്ന പേര് മോളാർ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഓർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ആൻഡ് ഫൈനലി വി ഗെറ്റ് ബൈ ക്രോസിങ് ഇറ്റ് വി ഗെറ്റ് പി വി ഈസ് ഈക്വൽ ടു ഇവൻ കുഞ്ഞല്ലേ, ദറ്റ് ഈസ് എൻ ആർ ടി. അവൻ നമുക്ക് ഫ്രണ്ടിൽ കൊടുക്കാം. ആർ ടി എൻ എൻ സ്മോൾ ലെറ്റർ ആയതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ കൊടുക്കുന്നേ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. ദറ്റ് ഈസ് പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി. ആർ ടി എന്ന് എഴുതിയാൽ മതി. പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി ഉണ്ട്. ദിസ് ഈസ് കാൾഡ് ജനറൽ ഗ്യാസ് ഇക്വേഷൻ. ഇവനെ വിളിക്കുന്ന പേര് ജനറൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് വിളിക്കും. ഏതിനെയാ? പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി ഈസ് കാൾഡ് ജനറൽ ഗ്യാസ് ഇക്വേഷൻ. സോ ബൈ കമ്പൈനിങ് ബോയിൽസ് law, Charles' law and Avogadro's law, a new equation can be obtained. നമ്മളൊരു പുതിയ ഇക്വേഷനിൽ എത്തിച്ചേരും. ദാറ്റ് ന്യൂ ഇക്വേഷൻ ഈസ് വാട്ട് യു കോൾ ജനറൽ ഗ്യാസ് ഇക്വേഷൻ. അങ്ങനെ കിട്ടുന്ന ഇക്വേഷൻ വിളിക്കുന്ന പേരാണ് ജനറൽ ഗ്യാസ് ഇക്വേഷൻ. ഗ്യാസുകളുടെ കോമൺ ആയിട്ടുള്ള ഇക്വേഷനാണ് ജനറൽ ഗ്യാസ് ഇക്വേഷൻ. ഇപ്പോൾ എന്താ എന്ന് പറയുന്നത്? പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി അല്ലേ? വേർ പി ഈസ് ദ പ്രഷർ, വി ഈസ് ദ വോളിയം, എൻ ഈസ് ദ നമ്പർ ഓഫ് മോൾസ്, ആർ ഗ്യാസ് കോൺസ്റ്റൻറ്റ് വിച്ച് ഈസ് കാൾഡ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഓർ മോളാർ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, ആൻഡ് ടി ഈസ് ദ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ടി എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് ടെമ്പറേച്ചറാണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് ഞാൻ ഒന്നുകൂടെ പറയാം. പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി എന്ന് കിട്ടി അല്ലേ? പി എന്ന് പറയുന്നത് പ്രഷർ, വി എന്ന് പറയുന്നത് വോളിയം, എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ്, ആർ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ടി ഈസ് ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. സോ ഇവിടെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ജനറൽ ഗ്യാസ് ഇക്വേഷൻ? ഗീവ് ദ ഇക്വേഷൻ, മെൻഷൻ ദ ടേംസ്. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് വാട്ട് ഈസ് ജനറൽ ഗ്യാസ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസർ ചെയ്യേണ്ടത് ബൈ കമ്പൈനിങ് ഓർ ബൈ ജോയിനിങ് ബോയിൽസ് law in gases, Charles' law in gases and Avogadro's law in gases, we get a new equation. By combining these three gas laws, we get a new equation. This newly formed equation is called general gas equation, isn't it? ആ പുതിയതായിട്ട് കിട്ടിയ ഇക്വേഷൻ വിളിക്കുന്ന പേരാണ് ജനറൽ ഗ്യാസ് ഇക്വേഷൻ. അത് എങ്ങനെ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഹൗ ഇറ്റ് ഈസ് ഒബ്ടൈൻഡ് വെച്ചാൽ അക്കോർഡിംഗ് ടു ബോയിൽസ് law വി ഈസ് ഈക്വൽ ടു 1/p, വി ഈസ് ഈക്വൽ ടു ടി അക്കോർഡിംഗ് ടു Avogadro's law, according to Charles' law, according to Avogadro's v is equal to n. ഇത് മൂന്നുമാണ് നമ്മുടെ ഇക്വേഷൻസ്. ബൈ കമ്പൈനിങ് ദീസ് ത്രീ ഇക്വേഷൻസ് നമ്മുടെ ഈ 3 ഇക്വേഷൻസും കമ്പൈൻ ചെയ്യുന്നു. സോ ഫൈനലി വി ഗെറ്റ് വി ഈസ് ഈക്വൽ ടു 1/p ഇൻറ്റു ടി ഇൻറ്റു എൻ എന്ന് കിട്ടും. ഓർ വി ഈസ് ഈക്വൽ ടു ടി എൻ ബൈ പി എന്ന് എഴുതാം. 1 ഇൻറ്റു ടി ദറ്റ് ഈസ് ടി എൻ ബൈ പി എന്ന് എഴുതാം. ദറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷൻ മാറ്റുന്നു. വി ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ടി എൻ ബൈ പി, വേർ ആർ ഇസ് എ കോൺസ്റ്റൻറ്റ്. ആർ കോൺസ്റ്റൻ്റ് ആണ്, ബട്ട് ഇറ്റ് ഹാസ് എ നെയിം, അതിന് പേരുണ്ട്. ഇറ്റ് ഈസ് കാൾഡ് ജനറൽ ഗ്യാസ് ഇക്വേഷൻ. ആ കോൺസ്റ്റൻ്റ് വിളിക്കും മോളാർ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ആർ ഈസ് എ കോൺസ്റ്റൻറ്റ് വിച്ച് ഹാസ് എ നെയിം നോൺ ആസ് മോളാർ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. മോളാർ ഗ്യാസ് കോൺസ്റ്റൻറ്റ് പറയും, ഓർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ വിളിക്കുന്ന യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയും. ആൻഡ് ഫൈനലി ദ ഇക്വേഷൻ ക്യാൻ ബി റീഅറേഞ്ച്ഡ്. നമുക്ക് ആ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യാം. ദറ്റ് ഈസ് പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി എന്ന് എഴുതാം. ഓക്കെ, പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി. സോ അപ്പോൾ വാട്ട് ഈസ് ജനറൽ ഗ്യാസ് ഇക്വേഷൻ വെച്ചാൽ ബൈ കമ്പൈനിങ് ബോയിൽസ് law, Charles' law and Avogadro's law, an equation can be obtained. That equation is called general gas equation എന്ന് പറയും. ഗീവ് ദ ഇക്വേഷൻ പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി. ആ ഇക്വേഷൻ അത്ര മാത്രം എഴുതിയാൽ മതി. പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി എന്ന് എഴുതിയാൽ മതി. മെൻഷൻ ദ ടേംസ്. പി പ്രഷർ, വി വോളിയം, n number of moles of gas, r gas constant, t absolute temperature. T എന്ന് പറയുന്നത് absolute temperature. R is called gas constant, which is called universal gas constant or molar gas constant. And universal gas constant അല്ലെങ്കിൽ molar gas constant എന്ന് പറയും. ഇനി T എന്ന് പറയുന്നത് absolute temperature.
അപ്പോൾ നമുക്ക് ഈ കിട്ടിയ പി വി ഈക്വൽ ടു എൻ ആർ ടി എന്ന് പറയുന്ന ഇക്വേഷൻ വിളിക്കുന്ന പേരാണ് ജനറൽ ഗ്യാസ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ എങ്ങനെ കിട്ടുന്നത്? നമ്മൾ പഠിച്ച ബോയിൽസിൽ എടുക്കുന്നു, അതിൻ്റെ ഇക്വേഷൻ എടുക്കുന്നു. ആ ഇക്വേഷനാണ് വി ഈക്വൽ ടു 1/p. നമ്മൾ രണ്ടാമത് പഠിച്ച ചാൾസിൽ എടുക്കുന്നു, അതിൻ്റെ ഇക്വേഷനായ വി ഈക്വൽ ടു ടി എടുക്കുന്നു. ഇനി നമ്മളിപ്പോൾ ലാസ്റ്റ് പഠിച്ച അവഗാഡ്രോസില അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് അതിൻ്റെ ഇക്വേഷൻ എടുക്കുന്നു വി ഈക്വൽ ടു ടി, സോറി എൻ, വേർ സ്മോൾ എൻ ഈസ് നമ്പർ ഓഫ് മോൾസ്. എന്നിട്ട് നമ്മളിത് മൂന്നിനെയും കൂടി കമ്പൈൻ ചെയ്യുന്നു. വി അല്ലേ, ദറ്റ് ഈസ് വി ഈക്വൽ ടു 1/p ഇൻറ്റു ടി ഇൻറ്റു എൻ എന്ന് എഴുതുന്നു. ഓർ വി ഈക്വൽ ടു ടി എൻ ബൈ പി എന്ന് എഴുതാം. ഓർ വി ഈസ് ഈക്വൽ ടു, ഞാൻ പ്രൊപ്പോസൽ മാറ്റി, ഈസ് ഈക്വൽ ടു ആർ ടി എൻ ബൈ പി എന്ന് എഴുതാം. By readjusting this equation, rearranging this equation, we get PV is equal to nRT. PV is equal to nRT എന്ന് എഴുതും. ആ ഇക്വേഷൻ വിളിക്കുന്ന പേരാണ്, അങ്ങനെ ഇക്വേഷൻ എഴുതിയിട്ട് നമ്മൾ പറയും ദിസ് ഈസ് കാൾഡ് ജനറൽ ഗ്യാസ് ഇക്വേഷൻ. അതിനെ വിളിക്കുന്ന പേരാണ് ജനറൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ നമ്മുടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ജനറൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് വെച്ചാൽ, ബൈ കമ്പൈനിങ് ബോയിൽസ് law, Charles law and Avogadro's law, an equation can be obtained. Thus obtained equation is what you call general gas equation. Give the equation PV is equal to nRT. Mention the terms P pressure, V volume, N number of moles of gas, R gas constant called universal gas constant or molar gas constant, T absolute temperature, in which R has different values with which we are studied. നമ്മൾ പഠിക്കുന്നത് ആറിന് പല വാല്യൂസ് ഉണ്ട്. R is a constant, but it has values. On different units, different values are obtained. നമുക്ക് നെക്സ്റ്റ് അതാ വേണ്ടത്, ആറിൻ്റെ വാല്യൂസാണ് വേണ്ടത്. അതിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്ത് തുടങ്ങാം.